സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നവരും സൗന്ദര്യം കാത്തു സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നവരും ഒക്കെയാണ് നമുക്ക് ചുറ്റിനുമുള്ളത് അല്ലേ. അപ്പോൾ ഞാൻ എത്തിയിട്ടുണ്ട് ഈസ്തറ്റിക് ലൈഫുമായിട്ട് ഇൻസ്പയർ ബ്രൈഡൽ സ്റ്റുഡിയോയിൽ. നമ്മളോടൊപ്പം ഉള്ളത് സന്ധി ചേച്ചി, ഞാൻ അനിഷ കരുൺ, അക്ഷത വരുൺ. അപ്പോൾ നമ്മൾ മൂന്നുപേരാണ് ഇന്നത്തെ പ്രൊസീജിയർ എല്ലാം ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ എന്താണ് ചേച്ചി ചെയ്യാൻ പോകുന്നത്? അക്ഷതയ്ക്ക് വേറെ മറ്റേ ഈ ടാന് അങ്ങനെ ഒന്നുമില്ല. പിന്നെ സ്കിന്ന് നല്ല ക്ലിയർ ആണ്. പിന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ഇതിൽ ബ്ലീച്ച് ചെയ്ത് കാണിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു സാഫ്രോൺ ബ്ലീച്ച്. ഓണമൊക്കെ വരുമല്ലേ, ഓണ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അക്ഷതയ്ക്ക് ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുമായിട്ട് അനുബന്ധിച്ച് എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെന്ന് നോക്കിയപ്പോൾ നല്ലൊരു ബ്രൈറ്റനിങ് തരുന്ന ഒരു ബ്ലീച്ച് തന്നെ ആവാന്ന് വിചാരിച്ചു. ഓക്കെ, ഇപ്പൊ തന്നെ ചേച്ചി പറഞ്ഞു അക്ഷതയുടെ ഫേസിന് പ്രത്യേകിച്ച് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല, ടാൻ ഒന്നുമില്ല. പിന്നെ എന്തിനാ ഈ കുട്ടി ഇവിടെ വന്ന് ഇരിക്കുന്നേ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്, സൗന്ദര്യം നമ്മൾ കാത്തു സൂക്ഷിക്കണം അല്ലെ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു പാർലറിൽ പോകുന്നതായിരുന്നാലും നമ്മുടെ ഒരു സെൽഫ് കെയറിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും സെൽഫ് കെയർ ചെയ്യുക. എന്തായാലും അക്ഷതയെ സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ ഇങ്ങോട്ട് എത്തിയത്. ഓക്കെ, അപ്പോ ഓണത്തിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി ഒന്ന് തിളങ്ങാനായിട്ടാണ് നമ്മൾ പോകുന്നത്. സോ പ്രൊസീജിയറിലേക്ക് പോവാ അല്ലേ. അതെ, നമ്മൾ ആദ്യം ക്ലെൻസിങ് കുറെ നാളായോ ക്ലീനപ്പ് ഒക്കെ ചെയ്തിട്ട്? ഞാൻ റെഗുലർലി ചെയ്യുന്നില്ല. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ മേക്കപ്പ് ഒക്കെ ഇടാനുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ക്ലീനപ്പ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ നമുക്കൊരു ബ്ലീച്ചും കൂടെ കൊടുക്കാം. അപ്പം പെട്ടെന്നൊരു ബ്രൈറ്റനിങ് നാളത്തേക്കും മറ്റന്നാളത്തേക്കും ഒക്കെ നല്ലൊരു ബ്രൈറ്റനിങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്ലീച്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ തുടങ്ങാം. ഇത് പ്ലെയിൻ വാട്ടർ അല്ലേ അതോ റോസ് വാട്ടർ? റോസ് വാട്ടർ. റോസ് വാട്ടറും പ്ലെയിൻ വാട്ടറും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. അക്ഷത നന്നായിട്ട് സ്കിന്നെ കെയർ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെയാണ് അല്ലേ? ഞാൻ അത്യാവശ്യം ശ്രദ്ധിക്കും. ഒന്ന്, ഞാൻ നല്ലോണം വെള്ളം കുടിക്കും. പിന്നെ നന്നായിട്ട് സ്കിന്ന് വാഷ് ചെയ്തോണ്ടിരിക്കും. ഇപ്പം ഓഫീസിലാണെങ്കിലും ഇടയ്ക്ക് വാഷ് ചെയ്യും. പിന്നെ നാച്ചുറൽ ആയിട്ട് ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്ക് ചേച്ചി തന്നെ പറഞ്ഞു തന്ന നമ്മുടെ ടിപ്സ് ഇല്ലേ, അരിപ്പൊടി, പിന്നെ തേങ്ങ ചിരവുമ്പോൾ. അപ്പൊ നമുക്ക് എപ്പോഴും ഒന്നും സമയം കിട്ടത്തില്ല, അതുകൊണ്ട് തേങ്ങ ചിരവുമ്പോൾ അത് കുറച്ചിങ്ങനെ കയ്യിലാക്കിയിട്ട് അത് തേക്കും. അപ്പൊ ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ക്ലിയർ ആവും. ഇതൊക്കെ കുട്ടി കുട്ടി സാധനം, അല്ലാണ്ട് സ്ഥിരമായിട്ട് ഫേഷ്യൽ അങ്ങനത്തെ കാര്യങ്ങള് എനിക്കെന്നും വഴക്ക് കേൾക്കുന്ന ചേച്ചിയുടെ ഇടുന്ന് എല്ലാ മന്തിലും നീ വരണം ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. സ്ഥിരം ചേച്ചി എല്ലാവർക്കും വഴക്ക് കൊടുക്കുന്നുണ്ട് അല്ലേ? അതെ, ഞാൻ സ്ഥിരം കേട്ടിരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചേച്ചി വഴക്ക് കൊടുക്കുന്നുണ്ട്. ഒരു സെൽഫ് കെയർ ഇല്ലാത്തത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം. അത് തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ടോ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകാൻ പറ്റുന്നുണ്ട് അല്ലേ അക്ഷത? നല്ലതായത് ഇരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് കുഴപ്പമില്ലാത്ത. നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയമായെന്നാണ് ചേച്ചി പറയുന്നത്. അതെ, ഇനിയെങ്കിലും ഇവിടെ വരുമ്പോ നല്ല കുട്ടികളാണ്, ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും. ചേച്ചി, അപ്പൊ നമുക്ക് ഏത് ഏജ് മുതലാണ് നമ്മൾ ഒരു സെൽഫ് കെയർ തുടങ്ങേണ്ടത്? ശരിക്കും പറഞ്ഞ ഏജ് ഒന്നുമല്ല, നമ്മൾ ഏജ് എത്തുന്നതിന് മുമ്പേ ചെയ്ത് തുടങ്ങണം. കാരണം ഇപ്പം തന്നെ നമ്മൾ കണ്ടില്ലേ, 17 വയസ്സിലുള്ള ഒരു കൊച്ചിനെ ചെയ്തിട്ടുണ്ട്, 18 വയസ്സിലുള്ള. അതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്തു കൊടുക്കും. ഇപ്പൊ പുറത്തുനിന്നൊന്നും നമുക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല എന്ന് വെച്ചോ, വീട്ടിൽ ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ചാനൽ വഴി തന്നെ നമ്മൾ കാണിക്കുന്നുണ്ട്. അതൊക്കെ നൈറ്റ് ക്രീം യൂസ് ചെയ്യണം. ഇതൊക്കെ യൂസ് ചെയ്താൽ മാത്രമേ റിങ്കിൾസ് ഒന്നും ഇല്ലാതെ കുറെ നാളും കൂടെ ജീവിക്കാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ നിങ്ങളൊക്കെ ഫ്രെയിമിൽ വരുന്ന ആൾക്കാരാ, ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾക്കാരാ. അപ്പോൾ കുറച്ചുകൂടെ സ്കിന്ന് ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ ഈ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ശരിക്കും പറഞ്ഞ ഈ ഫേസ് കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അതായത് നമ്മളൊരു ഏജിന് എത്തുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നമ്മളൊരു കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 വർഷം കൂടി നമുക്ക് ആ ഒരു ഏജിൽ തന്നെ ഇരിക്കാം. അതെ. എല്ലാവർക്കും പേടിയെന്ന് എന്താണ് അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടതെന്ന് ആർക്കും അറിയത്തില്ല. പരസ്യം കണ്ടിട്ട് കുറേ പ്രോഡക്റ്റ് അങ്ങ് യൂസ് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീടും വേറെ പരസ്യം വരുമ്പോഴത്തേക്കും വേറെ പ്രോഡക്റ്റ് യൂസ് ചെയ്യും. ഈ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് തിരഞ്ഞെടുത്ത് എല്ലാം ഒന്നും ചെയ്തില്ലെങ്കിലും മോയ്സ്ചറൈസർ, സൺസ്ക്രീന്, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സോപ്പ്, പിന്നെ ഫേസ് വാഷ്, ഇതൊക്കെയാണല്ലോ. അതെ, നമ്മളിപ്പോൾ ആലോചിച്ച് നോക്കിയാൽ അറിയാം, നമ്മളൊരു കോമ്പ് ദിവസം യൂസ് ചെയ്യുന്നു. അപ്പം അത് തന്നെ നമ്മൾ നല്ല ക്ലീൻ ആയിട്ട് സൂക്ഷിക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണ്, അത് ഡെയിലി നമ്മുടെ ലൈഫിൻ്റെ ഭാഗമാണ്. അതുപോലെയാണ് നമ്മൾ മുഖം കഴുകാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഇതെല്ലാം നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം.
നമ്മുടെ തന്നെ സാധനങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ സ്കിന്നിനനുസരിച്ചിട്ടുള്ളത്. അത് നമ്മൾ കണ്ടെത്തിയാൽ തന്നെ നമ്മൾ ഡ്രൈനെസ് ഉള്ള ഒരു ആളാണെന്ന് വെച്ചോ, അതിന് നമ്മൾ ഓയിലി ആയിട്ടുള്ള ഒരു സ്കിൻ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് ഡാമേജ് ആവും. അപ്പൊ അതൊക്കെ നോക്കി അത്രയും ശ്രദ്ധിച്ച് എന്തിനാ അങ്ങനെ ചെയ്യണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സൗന്ദര്യം നമ്മൾ സൂക്ഷിക്കുന്നു. സൂക്ഷിക്കാൻ പറ്റും. ഇതിപ്പോ നമ്മള് ബ്ലീച്ച് അല്ലേ ചേച്ചി ചെയ്യുന്നത്? അതെ. ഓക്കെ. ഈ ബ്ലീച്ച് ഒത്തിരി ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? അതായത് നമ്മളിപ്പം ഫെയർനെസ് ക്രീമിൽ നമ്മൾ അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലീച്ചിലിടുന്ന ഹൈഡ്രജൻ പെറോക്സൈഡ് അതൊക്കെ ഓരോ ശതമാനമെങ്കിലും അതിൻ്റെ അകത്തുണ്ട്, അല്ലാതെ വെളുക്കത്തില്ല. അപ്പം അതുപോലെ നമ്മൾ അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ചെറിയൊരു ശതമാനമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഉള്ളത് കൊണ്ടാണ് നമുക്കൊരു ബ്ലീച്ചിങ് സംഭവം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ലൈറ്റ്നിങ് തരുന്നത്. ലൈറ്റ്നിങ് തരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സാധനം വേണം. അതിൽ ഗ്രാജുവലി നമ്മൾ ദിവസം ഉപയോഗിക്കുക, അപ്പം ഗ്രാജുവലി വെളുക്കും. ഇതാവുമ്പം നമ്മളൊരു 80% ഹൈഡ്രജൻ പെറോക്സൈഡാണ് കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അത് എപ്പോഴും ഉപയോഗിക്കാൻ പാടില്ല. സ്കിന്നനുസരിച്ചിട്ട്, ഇപ്പം മോക്കുരുള്ളവർക്ക് ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ സ്കിന്നനുസരിച്ചിട്ട്. ഇപ്പം നമ്മൾ കൊടുക്കുമ്പോൾ ഇതിൻ്റെ അകത്തൊരു ബൂസ്റ്റർ ഡോസ് ഉണ്ട്. അപ്പം ഇത് നമ്മുടെ സ്കിന്നിൽ വേറെ ഡാമേജ് ഒന്നും വരാത്ത രീതിയിൽ അങ്ങനെയാണ് കൊടുക്കുന്നത്. ഈ ബ്ലീച്ചിന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റീസ് പ്രത്യേകിച്ച് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതായത് പല തരത്തിലുള്ള ബ്ലീച്ചുകൾ പല ടൈപ്പിലുള്ളുണ്ട്. ഇപ്പൊ സ്കിന്നിൽ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നതും ഹെയർ മാത്രം ബ്ലീച്ച് ചെയ്യുന്നത് അങ്ങനെയുണ്ട്. അങ്ങനത്തെ ബ്ലീച്ചുകളുണ്ട്. ഇതിപ്പോ നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്കിന്നിനൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്കിപ്പോ ഒരു പാർട്ടിക്ക് പോകണം, നമ്മൾ വേറെ ഒന്നും ചെയ്യാൻ സമയമില്ല. ഇപ്പൊ ഇതിലാവുമ്പോൾ നമ്മൾ മസാജിങ് ഒന്നും ചെയ്യുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് ക്ലെൻസ് ചെയ്യുന്നു, ഡയറക്റ്റ് ആയിട്ട് ബ്ലീച്ച് അപ്ലൈ ചെയ്യുന്നു. പക്ഷേ നമ്മളിപ്പം ഒരു ഫേഷ്യലിലോട്ടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ക്ലെൻസ് ചെയ്യുന്നു, സ്ക്രബ് ചെയ്യുന്നു, മസാജ് ചെയ്യുന്നു, പിന്നെ പാക്ക് ഇടുന്നു, പിന്നെ ഒരു പാക്ക് ഇടുന്നു, അങ്ങനെയൊക്കെ വേണ്ട. അതിന് സമയമില്ല. ഇതിപ്പോ എന്താണ്? ഇതിപ്പോ സ്ക്രബ് ചെയ്യാണ്. ഇവിടെയൊക്കെ ബ്ലാക്ക് ഹെഡ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട്. ഇതിപ്പോ ഡിപ്പെൻസ്, ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരിടത്ത് പോകുമ്പോൾ, നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ കല്യാണത്തിന് പോവുകയാണ്, അങ്ങനെയൊക്കെ പോകുമ്പോൾ ഒരു പാർലറിലായിരുന്നാലും എവിടെ ആയിരുന്നാലും സ്കിന്ന് പരമായിട്ടോ എന്തായാലും നമ്മളായിട്ട് പോയി ഒരു സംഭവം പറയരുത് എന്നേ ഞാൻ പറയുള്ളൂ. അതായത് നമ്മൾ ഒരിടത്ത് പോവുകയാണ്, നമ്മൾ കടയിൽ പോകുമ്പോൾ പോയിട്ട് എനിക്കൊരു ഫേഷ്യൽ പറയരുത്. അതായത് നമുക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് അവിടെ നിൽക്കുന്ന ആൾ വേണം പറയാൻ. സ്കിൻ അനലൈസ് ചെയ്തിട്ട് എന്താണ് നമുക്ക് വേണം എന്നുള്ളത് അവരാണ് നമ്മളുടെ അടുത്ത് പറയേണ്ടത്. ശരിക്കും ഇപ്പം എൻ്റെ അടുത്ത് വരുമ്പോൾ ഇപ്പം അക്ഷത ഒരു കസ്റ്റമറായിട്ട് വരുമ്പോൾ അക്ഷതയ്ക്ക് അറിയത്തില്ല എന്താണ് വേണ്ടത്. ആകെ നീഡ് എന്തോന്നാണ്, എനിക്ക് അന്നത്തെ ദിവസം നന്നായിട്ട് നിൽക്കണം, അത് മാത്രം പറഞ്ഞാൽ മതി. ഇന്ന ദിവസം ഫംഗ്ഷൻ ഉണ്ട്, എനിക്ക് നന്നായിട്ട് നിൽക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ സ്കിൻ അനലൈസ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ശരിക്കും ചെയ്തു കൊടുക്കും. രണ്ടാമത്തെ കാര്യം, ഈ വരുന്ന ആളിന് ഫേഷ്യൽ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ആളിന് ഫേഷ്യൽ വേണ്ടി വരൂല, ഒരു ക്ലീനപ്പിന്റെ ആവശ്യമേ വരുള്ളൂ. അപ്പൊ അത് ചെയ്തങ്ങ് കൊടുക്കുക. ബിസിനസ് പരമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യത്തില്ല. അതെ, എല്ലാം ചെയ്യിപ്പിച്ചേ വിടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ബഡ്ജറ്റ് പരമായി അങ്ങനെ തന്നെയാണോ എന്നുള്ളത് ചോദിച്ചത്. എന്റെ അഭിപ്രായത്തിൽ ഞാൻ അങ്ങനെയല്ല. എന്താണോ അവരുടെ ആവശ്യം, അവരുടെ നീഡ് എന്താണോ, അല്ലെങ്കിൽ ആ സ്കിന്നിന് എന്താണോ നീഡ് എന്നുള്ളത് അനുസരിച്ച് ചിലപ്പോ ഈ വരുന്ന ആൾക്കാര് ചിലപ്പം ഒരു 15 ദിവസത്തിന് മുമ്പ് ഒരു ഫേഷ്യൽ ചെയ്തിരിക്കാം. അപ്പൊ സ്കിൻ അനലൈസിങ് എന്ന് പറയുമ്പോൾ കൺസൾട്ടേഷൻ നിർബന്ധമാണ്. എത്ര നാളുകൾക്ക് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ബ്ലീച്ച് ചെയ്തിട്ടുണ്ടോ, എത്ര നാളുകൾക്ക് മുമ്പാണ് ഫേഷ്യൽ ചെയ്തത്, ഒരു ക്ലീനപ്പ് എപ്പോഴാണ് ചെയ്തത്, അതിനനുസരിച്ചിട്ട് നമ്മൾ കൊടുത്താൽ മതി. അതാണല്ലോ കറക്റ്റ്. അപ്പം അങ്ങനെയൊന്നും നോക്കാതെ നമ്മൾ പോയി ചെയ്യുമ്പോഴാണ് ഈ പിമ്പിൾസ് വരുന്നതും ഡ്രൈനെസ് വരുന്നതും ആ പാർലറിൽ പോയി ചെയ്തിട്ട് ഇങ്ങനെ ആയിപ്പോയി എന്ന് പറയേണ്ടി വരുന്നത്. ഒരു കളർ വരാതെയൊക്കെ ഇരിക്കും. ഇപ്പൊ 15 ദിവസത്തിന് മുമ്പ് ഒരു ഫേഷ്യൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഒരു 10 ദിവസത്തിന് മുമ്പ് എവിടെയെങ്കിലും പോയി ഒരു ഫേഷ്യൽ ചെയ്തിട്ട് വേറൊരു പാർലറിലായിരിക്കും അടുത്തത് പോകുന്നത്. അപ്പൊ അവിടെ പോകുമ്പോൾ നമ്മളൊരു ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏക്കത്തില്ല. ഒന്നാമത്തേനും പ്രോഡക്റ്റ് വ്യത്യാസമായിരിക്കും, രണ്ടാമത്തേനും സ്കിന്ന് അത്രത്തോളം ടയേർഡ് ആയിരിക്കും. മറ്റേ പ്രോസസ്സിങ് ചെയ്ത് സ്കിന്ന് ഏകദേശം അത് അബ്സോർബ് ചെയ്യാനുള്ള ഒരു ഇതിൽ നിൽക്കുകയായിരിക്കും. അപ്പോഴായിരിക്കും നമ്മൾ അടുത്ത വേറൊരു പ്രോഡക്റ്റ് ഉണ്ടെന്ന് അതിന്റെ പുറത്തൂടെ ഇട്ടുകൊടുക്കുന്നത്. എപ്പോഴും
നമ്മൾ എവിടെ പോയിരുന്നാലും ഒരു കൺസൾട്ടേഷൻ നിർബന്ധമാണ്. നമ്മുടെ സ്കിന്നിലോട്ടാണ് അത് ഇടണേന്ന് ആദ്യം ആലോചിക്കുക. അപ്പം നമുക്ക് ബ്ലീച്ചിൻ്റെ ക്രീം ഇടാം. ബ്ലീച്ചിന്റെ ക്രീം അല്ലേ? സാഫ്രോൺ ബ്ലീച്ചാണ് ഇത്. മറ്റേ ആക്ടിവേറ്ററും അതും കൂടെ ബ്ലീച്ചിങ് ക്രീമും കൂടെ ഇട്ടിട്ട്, അതായത് നമ്മൾ ബ്ലീച്ചിൻ്റെ പാക്ക് ഇടുമ്പോൾ താഴോട്ട് ഇടണം, ഫേഷ്യലിൻ്റെ പാക്ക് ഇടുമ്പോൾ മുകളിലോട്ട് ഇടണം. കാരണം ക്ലോസ് ചെയ്ത് വരണം. നമ്മൾ പോട്ട്സിനകത്തോട്ട് കയറാനില്ല, സ്കിന്നിൻ്റെ പുറത്തൊരു ഇതകത്തോട്ട് കയറണം എന്നില്ല. ഇതിപ്പോ ഹെയർ മറ്റേ ബ്രൗൺ ഷെയ്ഡ് ആവുന്ന അത് തന്നെയാണോ? ചേട്ടത്തിട്ട് മാത്രമേ ആവത്തുള്ളൂ. എല്ലാ ബ്ലീച്ചിലും അങ്ങനെ വരും? എല്ലാ ബ്ലീച്ചിലും അങ്ങനെ വരത്തില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ബൂസ്റ്റർ ഡോസ് ഒരെണ്ണം ഒരു ഇതും കൂടെ സ്കിന്നിലോട്ട് ഇട്ടിട്ടുണ്ട്, ഒരു ക്രീം. അതിട്ടിട്ടാണ് സ്കിന്നിൽ അങ്ങനെ നമുക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡാമേജ് ആവാതിരിക്കാനും ചെറിയ പൊള്ളലോ ഇച്ചിങ്ങോ ഒക്കെ വരാതിരിക്കാനും. ചില ആൾക്കാർക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നിൽ അങ്ങനെ വരാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ബ്ലീച്ച് വീട്ടിൽ ചെയ്യാൻ പറയത്തില്ല. ഈ ആക്ടിവേറ്റർ ഇടാൻ അറിയാത്ത ആൾക്കാർക്ക് അത് ചെയ്യരുതെന്നേ പറയത്തുള്ളൂ. ബേൺ ആയി പോവും, സ്കിന്ന് ബേൺ ആവും കൂടിപ്പോയാ. ഇപ്പം ഇതിൻ്റെ ടൈം എന്ന് പറയുന്നത് ബ്ലീച്ചിനെ സംബന്ധിച്ചിടത്തോളം ഫെയർ, മീഡിയം, ഡാർക്ക് ടോൺ അങ്ങനെയാണ്. ഡാർക്ക് ടോണിലുള്ളവർക്ക് നമുക്ക് കുറച്ച് വെക്കുക എന്നുള്ളതാണ്. ഇപ്പം എല്ലാവരും വിചാരിക്കും ഡാർക്ക് ടോൺ ആയതുകൊണ്ട് നല്ല വെളുത്തോട്ടെ, അതുകൊണ്ട് കുറച്ച് സമയം കൂടുതൽ വെക്കാന്ന് വിചാരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വീട്ടിൽ ചെയ്യരുത്. കാരണം എല്ലാവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ ബ്ലീച്ച് എന്ന് പറഞ്ഞാൽ വെളുക്കുന്ന ഒരു സംഭവമാണ്. അപ്പം നമ്മൾ കുറച്ചുകൂടെ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വെളുക്കും. അങ്ങനെ അല്ല. ശരിക്കും പറഞ്ഞാൽ ഡാർക്ക് ടോൺ ഉള്ളവര് 8 മിനിറ്റ് വെക്കുക, മീഡിയം ടോൺ ഉള്ളവർ 10 മിനിറ്റ്, നല്ല ഫെയർ ആയിട്ടുള്ള സ്കിന്നുകാര് 15 മിനിറ്റ്, 12 മിനിറ്റ് ഇല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്. ഈ 2 സെക്കൻഡ് 2 മിനിറ്റിന് ഇതിന് വാല്യൂ ഉണ്ട് ബ്ലീച്ചിൽ. അപ്പം നമ്മൾ ആ 2 മിനിറ്റ് എന്നൊക്കെ പറയുന്ന ഇത്തിരി പ്രശ്നമുള്ള ഏർപ്പാടാണ്. അപ്പം അതിനനുസരിച്ചിട്ട് വേണം എപ്പോഴും നമ്മൾ ബ്ലീച്ച് എപ്പോഴും പാർലറിൽ പോയി ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ. എല്ലാവരും എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ബ്ലീച്ച് ഞാനിട്ട് 1/2 മണിക്കൂറൊക്കെ ഇട്ടിരുന്നെന്ന് പറയും. ശരിക്കും ഇടാൻ പാടില്ല. ഇപ്പൊ ടൈം നോക്കി വെക്കുക. ഇപ്പൊ വീട്ടിലൊക്കെ ചെയ്യുന്ന അക്ഷരയ്ക്ക് എത്ര ടൈം വേണം? മീഡിയം സ്കിന്നാണ്. അപ്പൊ നമുക്കൊരു 10 മിനിറ്റ്. അതുമല്ല ഇച്ചിരി സെൻസിറ്റീവ് ആണ് ആളുടെ സ്കിന്ന്. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഇച്ചിരി ചുവന്ന് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം കുറച്ച് സെൻസിറ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് വൈപ്പ് ചെയ്യാം, നല്ലൊരു മോയ്സ്ചറൈസർ കൊടുക്കാം. ഓക്കെ, അപ്പൊ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ ബ്ലീച്ച് കഴിയാറായി. ഇനി നമുക്ക് ഇതൊന്ന് വാഷ് ചെയ്തെടുക്കാം അല്ലേ? ആദ്യം ഡയറക്റ്റ് ആയിട്ട് ബ്ലീച്ച് ചെയ്തിട്ട് ഒരിക്കലും വെള്ളം കൊണ്ട് തുടയ്ക്കരുത്. ഇതെന്താണ് ചേച്ചി? മോയ്സ്ചറൈസർ. അപ്പൊ ഫിനിഷ്. അപ്പൊ ബ്ലീച്ച് ഒക്കെ കഴിഞ്ഞ അക്ഷത ഇവിടെ റെഡി ആയിട്ട് വന്നിരിപ്പുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഞാൻ നോർമലി ചേച്ചിന്റെ അടുത്ത് വന്ന് ഫേഷ്യലാണ് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു 6 മന്ത്സിന് മേലെ ആയി തോന്നുന്നുണ്ട് എന്തെങ്കിലും ചെയ്തിട്ട്. അപ്പം എങ്ങനെയുണ്ട് അറ്റ് എ ടൈം? പെട്ടെന്ന് എനിക്ക് ഒന്നാമത് എനിക്ക് അത്ര ക്ഷമയില്ലാത്ത ആളാണ് കുറെ നേരം. അതുകൊണ്ടാണ് അധികം പാർലറിലേക്ക് വരാത്തത്. അതുകൊണ്ടാണ് ഈ ചീത്ത മൊത്തം വാങ്ങി കിട്ടുന്നത്. അപ്പൊ ഇതിപ്പോ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് 15 മിനിറ്റിനുള്ളിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ കാര്യം കഴിഞ്ഞ് കിട്ടുന്നുണ്ട്. ചേഞ്ചസ് ഉണ്ട്. നേരത്തെ കണ്ടതിനെക്കാട്ടിലും മുഖം കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഓണത്തിന് ഇതുപോലെ ഗ്ലോ ആവണം എന്നുള്ളവർക്ക് തീർച്ചയായും ഇൻസ്പയർ ബ്രൈഡൽ സ്റ്റുഡിയോയിലേക്ക് വരാം. ഇതിപ്പോ സഫ്രോൺ ബ്ലീച്ച് ആണ് ചെയ്തത് അല്ലെ? സാഫ്രോണിന്റെ ബ്ലീച്ച് ആണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ഗ്ലോ ഉണ്ട്. ഇതൊരു മൂന്നാമത്തെ ദിവസമാണ് കുറച്ചുകൂടെ നന്നായിട്ട് വിസിബിൾ ആയിട്ട് അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പുതിയ ബ്യൂട്ടി ടിപ്സുമായിട്ട് വീണ്ടും എത്താം. അതുവരേക്കും ബൈ.